ബഹുമാന്യനായ ഉമർ ഫൈസിക്കെതിരെ നിരന്തരം ചില ആരോപണങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിലെ അംഗങ്ങളായ ചില സഹോദരങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പം മുനമ്പം വഖഫ് യുമായി ബന്ധപ്പെട്ട് നിരന്തരം അദ്ദേഹത്തിൻ്റെ പിന്നാലെ ചില ആളുകൾ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമെന്നോണം വഖഫ് ബോർഡിൽ നിന്ന് ഉമർ ഫൈസിയെ മാറ്റി നിർത്തണമെന്ന് ചിലർ പറയുന്നുണ്ട്. എന്തായിരിക്കും അതിൻ്റെ പിന്നിലെ കാരണം? ഇപ്പം ഞാനൊരു എറണാകുളത്തുകാരനാണ്. വഖഫ് സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച് അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ പ്രവർത്തനം ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ പത്ര സമ്മേളനങ്ങളിലാവട്ടെ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേഖലകളിലാകട്ടെ, എല്ലായിടത്തും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു പണ്ഡിതനാണ് ബഹുമാന്യനായ ഉമർ ഫൈസി എന്ന് പറയുന്നത്. കേവലം വഖഫ് ബോർഡിൽ വന്നതിന് ശേഷം ആ ഒരു താൻ പ്രമാണിത്വം കാണിച്ച് താൻ വഖഫ് ബോർഡ് അംഗമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, മുനമ്പം ഭൂമി, ആ വിവാദ ഭൂമി വഖഫ് ഭൂമി തന്നെയാണ്. അത് വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാണ്. വഖഫ് ചെയ്യപ്പെട്ടാൽ പിന്നെ അത് അള്ളാൻ്റെ ഭൂമിയാണ്. നമുക്കതിൽ ആർക്കും അവകാശമില്ലല്ലോ, അള്ളാൻ്റെതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ വഖഫ് ഭൂമി എന്ന നിലക്ക് ആ വിഷയത്തെ കൃത്യമായി മുൻപോട്ട് കൊണ്ടുപോവുകയും വഖഫായി തന്നെ തിരിച്ചു പിടിക്കുകയും ചെയ്യണമെന്ന് പറയുന്നൊരു പണ്ഡിതനാണ് അദ്ദേഹം. അപ്പോൾ എന്തുകൊണ്ടാണ് ലീഗുകാർ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിന്തുടർന്ന് അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത്? എല്ലാ ലീഗുകാരും അല്ല കേട്ടോ, ചിലരെ. എന്തായിരിക്കും ഉമർ ഫൈസിയുടെ പിന്നാലെ ഇങ്ങനെ കൂടുന്നതിൻ്റെ പ്രശ്നം? എനിക്ക് മനസ്സിലാകുന്നില്ല. ചില സംശയങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നതാണ്. ഈ ഭൂമാഫിയകൾ ഒരുപാടുണ്ടല്ലോ. അവിടെ ഈ സാധാരണക്കാരല്ല ഇവിടുത്തെ പ്രശ്നക്കാർ. ആ മുനമ്പം വഖഫ് ഭൂമിയിൽ ഭൂമാഫിയകൾ പലതും പല ഹോട്ടൽസും കിട്ടിയിട്ടുണ്ട്, പലതും കൈയടക്കി വെച്ചിട്ടുണ്ട്. ഇവരെ വല്ലതും തൃപ്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത ഈ ഗവൺമെൻറ്റിനുണ്ടോ? അതിൻ്റെ ഭാഗമായിട്ടാണോ ചില ആളുകൾ ഉമർ ഫൈസിയെ അടക്കം ഉദ്ദേശിച്ചുകൊണ്ട് ഈ വഖഫ് ബോർഡ് പിരിച്ചുവിട്ടിട്ട് വീണ്ടും പുതിയ വഖഫ് ബോർഡ് അതിലേക്ക് അംഗങ്ങളെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടാനുള്ള കാരണം? അതുകൊണ്ടാണോ എന്ന് മനസ്സിലാകുന്നില്ല. 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം തീരുമെന്ന് പ്രഖ്യാപിച്ച ആളാണ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി ഡി സതീശൻ. ഇപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞില്ലേ, മാസങ്ങളായില്ലേ. എന്നിട്ടും ഈ മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഒരു തീരുമാനം എടുക്കാത്തത്? ഇത് വഖഫാണെന്ന് പ്രഖ്യാപിക്കുന്ന പണ്ഡിതന്മാരെ അവഹേളിക്കാൻ, അവരെ തരം താഴ്ത്താൻ, അവരതിൽ നിന്ന് മാറ്റി നിർത്താൻ എന്തുകൊണ്ടാണ് ഇവർ മുമ്പിൽ നിൽക്കുന്നത്? ശരിക്കും അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ലല്ലോ, ഇതൊരു മതകാര്യം കൂടെയാണ്. പരിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ പേരിൽ നൽകപ്പെട്ട വഖഫ് ചെയ്യപ്പെട്ടൊരു ഭൂമിയുടെ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പണ്ഡിതനെ മാറ്റുന്നതിൻ്റെ ആവശ്യകത എന്താണ്? അദ്ദേഹം എന്ത് UDF വിരുദ്ധതയാണ് അവിടെ കാണിച്ചത്? ഈ വിഷയത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് തീരുമാനം പറയണം. അതൊന്ന് കേൾക്കാൻ ആഗ്രഹം. കൊണ്ടുപോലും ഒരു മനുഷ്യനെ മനസ്സ് നോവിക്കാതിരിക്കാനുള്ള ആന്തരികമായ അച്ചടക്കത്തിന്റെ പേരായിരുന്നു ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഴവില്ല